ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ദ ബാലൻസ് ഷീറ്റ്സ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എച്ച് ലിമിറ്റഡ് ആർ ആസ് ഫോളോസ്. എച്ച് ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയും വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി കമ്പനിയായിട്ട് വരുന്ന ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100 days, 100 രൂപ ഷെയർ ഉണ്ടാവില്ല, 3,40,000, 2 ലക്ഷം. ഓക്കെ. ദെൻ കറണ്ട് ലയബിലിറ്റീസ്, ട്രേഡ് പേബിൾ 2,60,000, 1,80,000. അപ്പോൾ 3,40,000, 2,60,000 കൂട്ടുമ്പോൾ 3,5 6 ലക്ഷം. ഇത് 3,80,000 ടോട്ടൽ. ഓക്കെ. ലയബിലിറ്റി ടോട്ടൽ 3,80,000 എസ് ലിമിറ്റഡ്. ഇനി അതിന് താഴെ അസറ്റ്സ്, സൺട്രി അസറ്റ്സ് 3,80,000. ദെൻ ഇവിടെയും 3,80,000. ഇവിടെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2,000 ഷെയർസാണ് തന്നിരിക്കുന്നത്. 2,000 ഷെയർസ്, 2,20,000 ഷെയർസ് രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു. 2,20,000 ടോട്ടൽ 6 lakh. ദെൻ 3,80,000, 3,5 6. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് ഗെയിൻ ആൻഡ് ആൾസോ കാൽക്കുലേറ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇത് രണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോളും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാനാണ്. അതായത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ട 2 ഐറ്റംസാണ് നമ്മളിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണാം. കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണാനായിട്ട് എച്ച് ലിമിറ്റഡ് ആണ് ഷെയർസ് വാങ്ങിച്ചിരിക്കുന്നത്. എസ് ലിമിറ്റഡിൻ്റെയാണ് ഷെയർ വാങ്ങിച്ചത്. അപ്പോൾ എസ് ലിമിറ്റഡിൽ എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 2 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഇവിടെയുള്ളത്. 2 ലക്ഷം കണ്ടോ, 2 ലക്ഷം. അതിന് ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ 2 ലക്ഷത്തിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ലക്ഷത്തിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2,000 ഷെയർ വരും. ഈ 2,000 ഷെയർസ് മുഴുവനും ആരോ വാങ്ങിച്ചിരിക്കുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2,000 കണ്ടോ. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? മുഴുവൻ ഷെയറും എസ് ലിമിറ്റഡിൻ്റെ മുഴുവൻ ഷെയറും എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവിടെ നോൺ. അപ്പോൾ ദർ ഇസ് നോ ദ ഹോൾ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ്. സോ ദർ ഈസ് നോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നില്ലെന്ന് എഴുതണം. ഓക്കെ. ഇനി നമുക്ക് കണ്ടത് കോസ്റ്റ് കൺട്രോളാണ്. കോസ്റ്റ് കൺട്രോൾ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം എഴുതും. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 2,20,000 ഉണ്ട്. 2,20,000. ആ 2,20,000 ഏതാ നമ്മൾ കുറയ്ക്കുക? ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കും. ഷെയർ ക്യാപിറ്റലും കുറയ്ക്കും. പിന്നെ നമ്മുടെ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ സർപ്ലസിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2,20,000 നിന്നും 2 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്കത് കിട്ടും. എന്താണ്? കോസ്റ്റ് ഓഫ് കൺട്രോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് കോസ്റ്റ് ഞാനത് ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ്, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അത് തനിയെ കണ്ടുപിടിക്കാൻ ഒരു ഇതിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റ് ഞാനുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മുഴുവൻ ഷെയർസും, അതായത് പാരൻറ്റ് കമ്പനി ആരാണ്? എച്ച് ലിമിറ്റഡ്. പാരൻറ്റ് കമ്പനി എച്ച് ലിമിറ്റഡ്. ദെൻ സബ്സിഡിയറി കമ്പനി ആരാണ്? സബ്സിഡിയറി കമ്പനി ആരാണ്? സബ്സിഡിയറി കമ്പനി എസ് ലിമിറ്റഡ്. ഇനി ഇതിൽ ടോട്ടൽ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ടോട്ടൽ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽസ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 lakh ഡിവൈഡഡ് ബൈ 100 റുപ്പീസാണത് കേട്ടോ. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2,000 ഷെയർസ് വരും. 2,000. അപ്പോൾ 2,000 ഷെയർസ്. അപ്പോൾ ഷെയർസ് ഹെൽഡ് ബൈ എച്ച് ലിമിറ്റഡ് എത്രയാണ്? പാരൻറ്റ് കമ്പനി. അപ്പോൾ ഷെയർസ് ഹെൽഡ് ബൈ എച്ച് ലിമിറ്റഡ്. ഈക്വൽസ് 2,000. അപ്പോൾ എന്താ ഇതിന് മനസ്സിലാക്കുക? ദ ഹോൾ, ഇതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ദ ഹോൾ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ദ ഹോൾ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ്. ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി എന്നാണ് നമ്മൾ പറയാം. ദ ഹോൾ ഷെയർസ് ഓഫ് എച്ച് ലിമിറ്റഡ് ആർ അക്വയർഡ് ബൈ എച്ച് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കാം? സോ ദർ ഈസ് നോ NCI എന്ന് വെച്ചാൽ എന്താ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല.
ഇതുപോലെ നമ്മൾ എഴുതണം. എന്നാലേ നമുക്കൊരു 5 മാർക്ക് തരണതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മളത് ചെയ്തു വയ്ക്കണം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു 5 മാർക്ക് കിട്ടുന്നൊരു ചോദ്യത്തിൽ ഇതിൽ എഴുതണം. അപ്പം ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ കിട്ടില്ല. ദർ ഇസ് നോ നോൺ കൺട്രോൾ ഇൻട്രസ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അപ്പോൾ നമ്മളത് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് താഴെ അപ്പോൾ നമുക്കതിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് താഴെ നമുക്കൊരു ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്യാം. ഞാൻ ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നു. 2 കോളങ്ങൾ വരച്ച് അതിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാം. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ ഗുഡ് വില്ലാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഗുഡ് വില്ല് അല്ലെങ്കിൽ ഇതായിരിക്കും വരിക. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതണം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതണം. പിന്നെന്ത് എഴുതണം? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ ഫേസ് വാല്യൂ അതിന് കുറയ്ക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതിയിട്ട് അതിന് ലെസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ എച്ച് ലിമിറ്റഡ് കൈവശം വെച്ചിരിക്കുന്ന ഷെയർസിൻ്റെ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ വേറെ കുറയ്ക്കാൻ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർപ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദ്യത്തിൽ തന്നാണ് അത്രേ നോക്കുക. ചോദ്യത്തിൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2000 ഷെയറിന് 2,20,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2,20,000 വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ 2,20,000 എഴുതി. ഓക്കെ. 2,20,000 അതിൽ നിന്ന് വാല്യൂ ഷെയർസ് ഹെൽഡ് ബൈ 2000 ഷെയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ 2000 ഷെയറിന് 100 രൂപ വെച്ച് 2000 ഇൻറ്റു 100 അത് ബാലൻസ് ഷീറ്റിൽ തന്നിട്ട് ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത് നേരെ അങ്ങോട്ട് എടുത്ത് അവിടേക്ക് എഴുതിയാൽ മതി. 2 ലക്ഷം. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് 2 ലക്ഷം എഴുതി. ഓക്കെ. 2 ലക്ഷം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2,20,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ഷെയറിൻ്റെ ശരിക്കുള്ള വില എത്രയാണ്? 2 ലക്ഷം ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 20,000 രൂപ വ്യത്യാസമുണ്ട്. ഈ 20,000 രൂപ കമ്പനിക്ക് എന്തായിരിക്കും? ഈ 20,000 രൂപ കമ്പനിക്ക് നഷ്ടമായിരിക്കും. 2 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 2,20,000 രൂപയ്ക്കാണ് നടത്തിയത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമല്ലേ? അപ്പോൾ ഈ 20,000 രൂപ കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് കൺട്രോൾ അതായത് ഗുഡ് വില്ലായിട്ട് എഴുതുന്നത്. ഗുഡ് വിൽ ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസറിൽ ഇത് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ ഇതിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൽ വേറെ മറ്റ് ഐറ്റംസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. കോസ്റ്റ് കൺട്രോൾ കാണാനുള്ള ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ. താങ്ക് യു.